റഷ്യൻ അധിനിവേശം യൂറോപ്പിന്റെ സുരക്ഷാ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതികരണം എന്നോണം ജർമ്മനി തങ്ങളുടെ സൈനിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ബൃഹത്തായ പുനഃസജ്ജീകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഭൂഖണ്ഡത്തിന്റെ പ്രതിരോധ രംഗത്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരീക്ഷണ ഡ്രോണുകളും AI അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടുകൾ തുടങ്ങിയ നൂതന യുദ്ധ സാങ്കേതിക വിദ്യകളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താനാണ് ഇപ്പോൾ ജർമ്മനി ഒരുങ്ങുന്നത്. ഈ നീക്കം കേവലം സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതിലുപരി ജർമ്മനിയുടെ വിദേശ നയവും സാമ്പത്തിക നില, യൂറോപ്യൻ യൂണിയനിലെയും നാറ്റോയിലെയും അതിന്റെ സ്ഥാനം എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് അടുത്തിടെ പ്രഖ്യാപിച്ചത് 2029ഓടെ ജർമ്മനിയുടെ സൈനിക ബജറ്റ് 86 ബില്യൺ യൂറോയിൽ നിന്നും 153 ബില്യൺ യൂറോയായി ഉയർത്തുമെന്നായിരുന്നു. ഇത് ജർമ്മൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ബജറ്റ് വർധനവുകളിൽ ഒന്നായിരുന്നു. റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ GDPയുടെ 3.5% പ്രതിരോധത്തിനായി നീക്കിവെക്കുമെന്നും പുതിയ നാറ്റോ ചട്ടക്കൂടിന് കീഴിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നാറ്റോ അംഗരാജ്യങ്ങൾ GDPയുടെ 2% പ്രതിരോധത്തിനായി ചെലവഴിക്കണമെന്ന നിബന്ധനയുള്ളപ്പോൾ ജർമ്മനിയുടെ ഈ പുതിയ ലക്ഷ്യം യൂറോപ്യൻ പ്രതിരോധ മേഖലയിൽ അതിന്റെ പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകളെ അസംബന്ധമെന്ന് വിശേഷിപ്പിക്കുകയും നാറ്റോ തങ്ങളുടെ സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കാൻ ഭയം ഉപയോഗിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജർമ്മനിയുടെ ഈ നീക്കം റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുള്ള പിരിമുറുക്കം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുമുണ്ട്. മെർസിന്റെ സർക്കാർ AI സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആധുനിക യുദ്ധത്തിന്റെ മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്ന ഡ്രോണുകൾ, റോബോട്ടുകൾ, സൈബർ യുദ്ധോപകരണങ്ങൾ എന്നിവയിൽ നിക്ഷേപം നടത്താനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ടാങ്ക്, റോബോട്ടുകൾ, ആളില്ലാ മിനി സബ്മറൈനുകൾ, നിരീക്ഷണ ഡ്രോണുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേഗത്തിൽ അനുമതി നൽകുന്ന ഒരു കരട് സംഭരണ നിയമത്തിന് മന്ത്രിസഭ ഈ ആഴ്ച അംഗീകാരവും നൽകി. മ്യൂണിക് ആസ്ഥാനമായുള്ള ഹെൽസിംഗ് പോലുള്ള AI ഡ്രോൺ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യമുള്ള സ്റ്റാർട്ടപ്പുകളും റെയിൻ മെറ്റാൽ ഹെൻസോട്ട് പോലുള്ള പ്രതിരോധ കരാറുകളും ജർമ്മനിയുടെ സൈനിക നവീകരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇത്തരം കമ്പനികളുടെ സഹകരണത്തിലൂടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ സൈന്യത്തിന് ലഭ്യമാക്കാനും അതുവഴി സൈന്യത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നും ജർമ്മനി കണക്കുകൂട്ടുന്നുണ്ട്. ഈ നീക്കം ജർമ്മൻ പ്രതിരോധ വ്യവസായത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ജർമ്മൻ സർക്കാരിന്റെ ഈ നയങ്ങളെ വിമർശിക്കുന്നവരും കുറവല്ല. എന്നാൽ തുടർച്ചയായ സൈനിക ചെലവുകൾ ദേശീയ ബജറ്റിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് പ്രധാന വിമർശനവും. വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ചെലവുകളും റഷ്യക്കെതിരായ ഉപരോധങ്ങളും പ്രത്യാഘാതങ്ങളും അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ എന്നിവയാൽ രാജ്യം ഇതിനോടകം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയിലെ ഈ വൻ നിക്ഷേപം പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സാമ്പത്തിക സ്ഥിരതയെ തകിടം മറിക്കാതെ എങ്ങനെ ഈ വലിയ നിക്ഷേപം കൈകാര്യം ചെയ്യുമെന്നത് ജർമ്മൻ സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയുമാണ്. കൂടാതെ റഷ്യയുമായുള്ള ബന്ധത്തിലും ഈ നവീകരണം പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് ശേഷം യുക്രൈൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയ രണ്ടാമത്തെ രാജ്യവുമായിരുന്നു ജർമ്മനി. പാശ്ചാത്യ ആയുധ വിതരണത്തെ റഷ്യ നിരന്തരം അപലപിക്കുകയും ഇത് സംഘർഷം നീട്ടിക്കൊണ്ടുപോകുമെന്നും പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ആരോപിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ബെർലിന്റെ നിലവിലെ നയങ്ങൾ റഷ്യയുമായി ഒരു പുതിയ സായുധ സംഘട്ടനത്തിലേക്ക് നയിച്ചേക്കാമെന്നും മോസ്കോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സൈനിക ശേഷി പരിമിതപ്പെടുത്തുകയും പ്രതിരോധ വിഷയങ്ങളിൽ അമേരിക്കയും നാറ്റോയെയും പ്രധാനമായും ആശ്രയിക്കുകയും ചെയ്ത ഒരു രാജ്യമായിരുന്നു ജർമ്മനി. എന്നാൽ റഷ്യൻ ഭീഷണിക്ക് ശേഷം ജർമ്മനിയുടെ ഈ നിലപാടിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ജർമ്മനി ഇപ്പോൾ സ്വന്തം പ്രതിരോധ ചുമതല ഏറ്റെടുക്കാനും യൂറോപ്യൻ സുരക്ഷയിൽ സജീവമായ പങ്ക് വഹിക്കാനും തയ്യാറാണ്. ഇത് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ഘടനയിലും ശക്തിയിലും വലിയ മാറ്റങ്ങൾ വരുത്തും. ജർമ്മനിയുടെ ഈ സൈനിക നവീകരണം മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കും പ്രചോദനമായേക്കാം. പല യൂറോപ്യൻ രാജ്യങ്ങളും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനും ആധുനിക സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്താനും ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെങ്കിലും പ്രാദേശികമായി ആയുധ മത്സരങ്ങൾക്ക് ഇത് വഴിവെക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ജർമ്മനിയുടെ ഈ സൈനിക നവീകരണ പദ്ധതി കേവലം ഒരു ആയുധ ശേഖരണം എന്നതിലുപരി അതിന്റെ നയതന്ത്ര, സാമ്പത്തിക, രാഷ്ട്രീയ നിലപാടുകളിലെ വലിയ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് റഷ്യയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുമെങ്കിലും യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ജർമ്മനി നൽകുന്ന പ്രാധാന്യവും പ്രതിബദ്ധതയും ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട്. ഈ നീക്കങ്ങൾ യൂറോപ്യൻ സുരക്ഷാ സാഹചര്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്നും റഷ്യയുമായുള്ള ബന്ധം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്.